പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യയാക്കപ്പെട്ടതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ കായിക തർക്ക പരിഹാര കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് വിനേഷിൻ്റെ വാദം കോടതി കേൾക്കും. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേർന്നു. വിനേഷിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ മുഴുവൻ വിനേഷിന് പിന്നിലാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെയാണ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും രാജ്യം മുഴുവൻ വിനേഷിന് പിന്നിലുണ്ട്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഡലാണ് നഷ്ടമായത്. അതൊരു 100 ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിലാണ് വിനേഷിനെ അയോഗ്യയാക്കുകയും അതിലൂടെ നമുക്ക് ഉറച്ചൊരു മെഡൽ നഷ്ടമാവുകയും ചെയ്തു. ഇതിൽ വിനേഷ് നേരിട്ടാണ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയത്. താൻ പ്രിലിമിനറി റൗണ്ടിൽ മത്സരിക്കുമ്പോൾ തനിക്ക് മതിയായ ഈ മാനദണ്ഡ പ്രകാരമുള്ള വെയിറ്റ് ആണ് ഉണ്ടായിരുന്നത്. ഫൈനലിന് മുൻപ് മാത്രമാണ് പ്രശ്നം കണ്ടെത്തിയത്. അതുകൊണ്ട് വെള്ളി മെഡലെങ്കിലും തനിക്ക് തരണമെന്നാണ് താരത്തിൻ്റെ ആവശ്യം. ഇങ്ങനെ ഒരു അപ്പീലാണ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി അപ്പീൽ സ്വീകരിക്കുകയും ഇന്ന് വിനേഷിൻ്റെ വാദം കേൾക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിൽ നിന്നുള്ള 4 അഭിഭാഷകരാണ് വിനേഷിന് വേണ്ടി ഹാജരാവുക. ഒപ്പം തന്നെ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഹരീഷ് സാൽവെയും ഒപ്പം തന്നെ സ്പോർട്സ് ലീഗൽ എക്സ്പേർട്ടായിട്ടുള്ള വിദുഷ്പത് സംഘാനി എന്ന അഭിഭാഷകനും കൂടി ഈ സംഘത്തിനൊപ്പം ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരീഷ് സാൽവെ പോലുള്ള വലിയൊരു അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ അത്ര ലീഗൽ എക്സ്പേർട്ടിൻ്റെ സഹായം കൂടി നേടാനായാൽ എന്തായാലും ഇന്ത്യക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ മെഡൽ വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1:30-ക്കാണ് ഈ വാദത്തിന് തുടക്കമാവുക. വിനീഷിൻ്റെ വാദം കേട്ടതിന് ശേഷം അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ്റെ വാദം കൂടി കേൾക്കും. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ തരത്തിൽ ഈ നിയമമാണ്, മറ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വിനേഷിന് മെഡൽ നൽകാനാവില്ല എന്ന തരത്തിലാണ് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ വിനേഷിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. എന്നാൽ പോലും ഈ വാദം എത്രത്തോളം അല്ലെങ്കിൽ വിനേഷിൻ്റെ അപ്പീൽ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അംഗീകരിക്കപ്പെട്ടാൽ അതൊരു ചരിത്രമാവും, ഒരു മിറാക്കിളാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരു മെഡൽ നമുക്ക് വീണ്ടെടുക്കാനാവും. വലിയ സന്തോഷമാവും. കാരണം വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഇവിടെ വരെ എത്തിയത്. വലിയൊരു ചരിത്ര നേട്ടം എത്തിപ്പിടിക്കുകയും ചെയ്തു. അത് ചെറിയൊരു ഭാരക്കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് സാങ്കേതികമായ ചില കാര്യങ്ങൾ പറഞ്ഞ് തട്ടിയകറ്റുന്നത് ആ താരത്തോടുള്ള വലിയ അനീതിയാണ്. അതിൽ നിന്ന് മനം നൊന്ത് താരം വിരമിക്കൽ പ്രഖ്യാപനം അടക്കം നടത്തിയതാണ്. അതുകൊണ്ട് വിനേഷിനെ തിരിച്ചു വന്നേ തീരൂ. വിനേഷിനെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഉതകുന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ഈ വിധി. എന്തായാലും നമുക്ക് 1:30-ക്കാണ് ഈ വാദം തുടങ്ങുക. അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ്റെ കൂടി വാദം കേട്ട ശേഷം നമുക്ക് വിനേഷിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.